വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് ഫിലിപ്പ് സിഡ്നി ആൻഡ് മേരി വർത്ത്, മെറ്റാഫിസിക്കൽ പോയട്രി, റിഫോർമേഷൻ. ഈ 3 ടോപ്പിക്സാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. റിനേസൻസ് ആൻഡ് റിസ്റ്റോറേഷൻ ലിറ്ററേച്ചറിലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സാണ് സർ ഫിലിപ്പ് സിഡ്നി ആൻഡ് ലേഡി മേരി വ്രോത്ത്. സിഡ്നി എന്നുള്ളത് എലിസബത്ത് നിരയിലുള്ള ഒരു കീ ഫിഗറാണ്. അദ്ദേഹം അറിയപ്പെടുന്നുള്ളത് ഫോർ ഹിസ് പോയട്രി, പ്രോസ് റൊമാൻസ് ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം. വ്രോത്ത് എന്നുള്ളത് സിഡ്നീസ് നീസാണ്. വാസ് എ പ്രോമിനൻറ്റ് ഫീമെയിൽ റൈറ്റർ ഓഫ് ദ ഏർലി 17th century. അവൾ അറിയപ്പെടുന്നുള്ളത് നോൺ ഫോർ ഹെർ പോയട്രി ആൻഡ് നോവൽ ദ കൺസ്റ്റലേഷൻ ഓഫ് ട്രൂത്ത്. Renaissance man. Sydney embodied the ideals of the Renaissance, excelling as a poet, courtier, statesman, soldier and patron of the arts. അദ്ദേഹത്തിൻ്റെ കീ വർക്ക്സ് എന്നുള്ളത് ആസ്ട്രോഫോൾ ആൻഡ് സ്റ്റെല്ല. ഈ ഒരു സോണറ്റ് എന്നുള്ളത് സീക്വൻസ് ദാറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് സിഡ്നീസ് ലവ് ഫോർ പെനലോഫ് റിച്ച് ആൻഡ് ഈസ് കൺസിഡേർഡ് എ ലാൻഡ് മാർക്ക് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇംഗ്ലീഷ് സോണറ്റ്. ഈ ഒരു ഇംഗ്ലീഷ് സോണറ്റിൽ ഉള്ള ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്കായിട്ടാണ് ഈ ഒരു വർക്ക് കൺസിഡർ ചെയ്യുന്നുള്ളത്. ആർക്കാഡിയ, എ ഷിവൽറിക് റൊമാൻസ് ദാറ്റ് ഇൻഫ്ലുവൻസഡ് ലാറ്റർ റൈറ്റേഴ്സ് ആൻഡ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് പാസ്റ്ററൽ സെറ്റിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് ലവ് ആൻഡ് വിർച്യു. ഈ ഒരു വർക്ക് അറിയപ്പെടുന്നുള്ളത് അതിൻ്റെ പാസ്റ്ററൽ സെറ്റിങ്സ് കാരണം, അതുപോലെ തന്നെ അതിൻ്റെ ലവ് വിർച്യു എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത് കാരണമായിട്ടാണ് ഈ ഒരു വർക്ക് അറിയപ്പെടുന്നുള്ളത്. ഡിഫൻസ് ഓഫ് പോയസി. Defense of poetry and its moral value, again that it can be a source of both pleasure and instruction. ഈ ഒരു വർക്ക് വാദിക്കുന്നുള്ളത്, ഈ ഒരു വർക്ക് എന്നുള്ളത് സോഴ്സ് ഓഫ് ബോത്ത് പ്ലഷർ ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്നാണ് പറയുന്നുള്ളത്. മേരി വ്രോത്ത് എന്നുള്ളത് വൺ ഓഫ് ദ ഫസ്റ്റ് ഫീമെയിൽ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ടു ഗെയിൻ എൻഡ്യൂറിങ് റെക്കഗ്നിഷൻ. അവളുടെ കീ വർക്ക്സ് എന്നുള്ളത് ദ കൺസ്റ്റലേഷൻ ഓഫ് ട്രൂത്ത്. ഈ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് ലവ്, ഹോണർ ആൻഡ് ഡിസെപ്ഷൻ ഇൻ എ റൊമാൻറ്റിക് സെറ്റിംഗ്. പോയട്രി. വ്രോത്ത് ഓൾസോ റോട്ട് പോയട്രി, ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് എ കളക്ഷൻ ഓഫ് പോയംസ് കോൾഡ് എ ഡയലോഗ് ബിറ്റ്വീൻ ടു ഷെഫേർഡ്സ്. ഇനി ഫാമിലി കണക്ഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വ്രോത്ത് വാസ് എ നീസ് ഓഫ് മേരി സിഡ്നി, കൗണ്ടസ് ഓഫ് പെംബ്രോക്ക്, എ വെൽ നോൺ റൈറ്റർ ആൻഡ് പാട്രോൺ ഓഫ് ദ ആർട്സ് ആൻഡ് ഓൾസോ ദ നീസ് ഓഫ് സർ ഫിലിപ്പ് സിഡ്നി, ഹെർ അങ്കിൾ. വ്രോത്ത്സ് വർക്ക്സ് ഹാവ് ബീൻ സബ്ജക്റ്റ് ടു ഇൻക്രീസ്ഡ് ക്രിട്ടിക്കൽ അറ്റൻഷൻ ഇൻ റീസെൻറ്റ് ഇയേഴ്സ്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഹെർ സിഗ്നിഫിക്കൻസ് ആസ് എ ഫീമെയിൽ റൈറ്റർ ഓഫ് ദ റിനേസൻസ്. Her novel The Constellation of Truth is a significant example of female writing in the early 17th century and explore ചെയ്യുന്നുള്ള themes എന്നുള്ളത് complex themes of love and deception as well as the experiences and expectations of women in that time. ആ ഒരു സമയത്തുള്ള വുമൻ്റെ എക്സ്പെക്റ്റേഷൻസും എക്സ്പീരിയൻസും ഒക്കെ ഈ ഒരു വർക്കിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 16th centuryയിലാണ്. ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ റിനേസൻസ് ആൻഡ് റിസ്റ്റോറേഷൻ ലിറ്ററേച്ചർ. ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തീംസ്, റിലീജിയസ് ബിലീവ്സ് ആൻഡ് ഈവൻ ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ദ റിഫോർമേഷൻ ചലഞ്ച് ചെയ്യുന്നത് ദ അതോറിറ്റി ഓഫ് ദ കത്തോലിക് ചർച്ച്, ലീഡ് ചെയ്യുന്നത് ടു ദ റൈസ് ഓഫ് പ്രൊട്ടസ്റ്റനിസം ആൻഡ് എ ന്യൂ എംബസൈസ് ഓൺ ഇൻഡിവിജ്വൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൈബിൾ. ഈ ഒരു ഷിഫ്റ്റ് എന്നുള്ളത് ഇൻ റിലീജിയസ് തോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ലിറ്ററേച്ചർ ബൈ പ്രൊമോട്ടിംഗ് ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ തീംസ് ആൻഡ് ബൈ ഫോസ്റ്ററിംഗ് എ ഗ്രേറ്റർ ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ കോൺസേൺസ് ആൻഡ് റീസൺ. റിനേസൻസ് ആൻഡ് റിഫോർമേഷൻ എന്നുള്ളത്, റിഫോർമേഷൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് ദ റിഫോർമേഷൻ വിച്ച് ബിഗൻ വിത്ത് മാർട്ടിൻ ലൂതേഴ്സ് 95 തീസിസ് ചലഞ്ച് ചെയ്യുന്നത് ദ അതോറിറ്റി ഓഫ് ദ കത്തോലിക് ചർച്ച് ആൻഡ് ദ പോപ്പ്, സ്പാർക്കിംഗ് എ മൂവ്മെൻറ്റ് ടുവേർഡ്സ് ഇൻഡിവിജ്വൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൈബിൾ. This challenged traditional beliefs and opened the door for new religious and philosophical ideas to flourish, which in turn impacted the Renaissance already evolving worldview. ഷിഫ്റ്റ് ഇൻ ഫോക്കസ്. റിഫോർമേഷൻ എംബസൈസ് ചെയ്യുന്നുണ്ട് സാൽവേഷൻ ത്രോ ഫെയ്ത്ത് അലോൺ ആൻഡ് ദ ബൈബിൾ ആസ് ദ സോൾ സോഴ്സ് ഓഫ് റിലീജിയസ് അതോറിറ്റി. ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ദ ഫോക്കസ് അവേ ഫ്രം ദ ചർച്ച് ആൻഡ് ഇറ്റ്സ് റിച്വൽസ്. ദിസ് ലെഡ് ടു എ ഗ്രേറ്റർ എംബസൈസ് ഓൺ ഇൻഡിവിജ്വൽ റിലീജിയസ് എക്സ്പീരിയൻസ് ആൻഡ് എ ബ്രോഡർ എക്സ്പ്ലോറേഷൻ ഓഫ് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ഇൻ ലിറ്ററേച്ചർ. ഇനി റിലീജിയസ് തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വർക്ക്സ് ലൈക്ക് ഷേക്സ്പിയേഴ്സ് പ്ലേ
though not explicitly Reformation focused, often explored themes of faith, doubt, and the struggle between good and evil, reflecting on the religious turmoil of the time. Reformation എന്നുള്ളത് also influenced the rise of religious poetry and drama as writers seek to spread their beliefs through various forms of artistic expression. ഈ ഒരു റൈറ്റേഴ്സ് എന്തിലൂടെയാണ് അവരുടെ ബിലീഫ്സ് വ്യാപിപ്പിക്കുന്നുള്ളത്? അവരുടെ വാരിയസ് ഫോംസ് ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനിലൂടെയാണ് അവരുടെ ബിലീഫ്സൊക്കെ അവരെന്ത് ചെയ്യുന്നുള്ളത്, സ്പ്രെഡ് ആക്കുന്നുള്ളത്. മെറ്റാഫിസിക്കൽ പോയട്രി, എ ഡിസ്റ്റിങ്ക്റ്റ് പോയറ്റിക് സ്റ്റൈൽ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് ഡ്യൂറിങ് ദ ഇംഗ്ലീഷ് റീനേസൻസ് ആൻഡ് റിസ്റ്റോറേഷൻ പീരീഡിലാണ്. ഇറ്റ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻ്റലക്ച്വൽ കോംപ്ലക്സിറ്റി, വിറ്റി കൺസീറ്റ്സ് ആൻഡ് എ ബ്ലെൻഡ് ഓഫ് പാഷനേറ്റ് ആൻഡ് ലോജിക്കൽ എക്സ്പ്ലോറേഷൻ ഓഫ് തീംസ് ലൈക്ക് ലവ്, ഡെത്ത് ആൻഡ് റിലീജിയൻ. വൈൽ ദ റിനേസൻസ് ആൻഡ് റിസ്റ്റോറേഷൻ പീരീഡ് എന്നുള്ളത് കാണുന്നുണ്ട് വൈഡ് റേഞ്ച് ഓഫ് പോയറ്റിക് സ്റ്റൈൽസ്. മെറ്റാഫിസിക്കൽ പോയട്രി സ്റ്റാൻഡ്സ് ഔട്ട് ഫോർ ഇറ്റ്സ് അൺകൺവെൻഷണൽ അപ്രോച്ച് ടു ലാംഗ്വേജ്, ഇമാജറി ആൻഡ് സബ്ജക്ട് മാറ്റർ. ഇനി ഒരു മെറ്റാഫിസിക്കൽ പോയട്രീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ്റലക്ച്വലിസം. മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്നുള്ളത് വർ ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ഫിലോസഫിക്കൽ ആൻഡ് theological questions, often exploring these ideas through complex and nuanced language. ഇനി കൺസീറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ they employed extended and surprising metaphors to draw parallels between seemingly disparate ideas, creating a sense of intellectual playfulness, paradox and irony. മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്നുള്ളത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട് പാരഡോക്സ് ആൻഡ് ഐറണി ടു ചലഞ്ച് കൺവെൻഷണൽ തിങ്കിങ് ആൻഡ് എക്സ്പ്ലോർ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്. മെറ്റാഫിസിക്കൽ പോയട്രി എന്നുള്ളത് എമേർജ് ചെയ്യുന്നുള്ളത് ജാക്കോബിയൻ ഇറയിലാണ് ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പീക്ക് ഡ്യൂറിങ് ദ ഇൻ്ററക്നം. ഇറ്റ് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ മോർ ഓർണേറ്റ് ആൻഡ് സെൻറ്റിമെൻ്റൽ സ്റ്റൈൽ ഓഫ് എലിസബത്തൻ പോയട്രി. എലിസബത്തൻ പോയട്രിക്ക് സെൻറ്റിമെൻ്റൽ സ്റ്റൈലുള്ള എലിസബത്തൻ പോയട്രിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാമെന്ന് ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രി എന്നുള്ളത്. ഇനി സീക്കിംഗ് ടു എക്സ്പ്ലോർ ദ ഡെപ്ത്സ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് വിത്ത് എ മോർ ഡയറക്റ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ അപ്രോച്ച്. സീക്ക് ചെയ്യുന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ എക്സ്പീരിയൻസസ് അതിൻ്റെ ഡെപ്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ത് എ മോർ ഡയറക്റ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ അപ്രോച്ച്. ഈ ഒരു ടേം മെറ്റാഫിസിക്കൽ പോയട്രി എന്നുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത് സാമുവൽ ജോൺസൺ ആണ് ഇൻ ദ 18th century ടു ഡിസ്ക്രൈബ് ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ആൻഡ് ദ ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ. The Renaissance and Restoration period എന്നുള്ളത് were characterized by a diverse range of poetic styles. എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പീരീഡിൻ്റെ ക്യാരക്ടറാണ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദോസ് ദാറ്റ് ആർ ഓഫ്റ്റൺ ലാബിൾഡ് ആസ് സാവലിയർ ഓർ ഹീറോയിക് പോയട്രി. മെറ്റാഫിസിക്കൽ പോയട്രി എന്നുള്ളത് ഇൻഫ്ലുവൻഷ്യൽ റിപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് വൺ ഫാക്കറ്റ് ഓഫ് ദ റിച്ച് ആൻഡ് കോംപ്ലക്സ് ലിറ്റററി ലാൻഡ്സ്കേപ്പ് ഓഫ് ദിസ് ഇറ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റിനൈസൻസ് പീരീഡിലെ മറ്റുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ